കോട്ടയം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എറണാകുളം ഇപ്രാവശ്യം ആരെ തുണയ്ക്കുമെന്ന ചങ്കിടിപ്പിലാണ് മുന്നണികൾ. 2020 എത്രത്തോളം മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്നതും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. 12 സീറ്റിന് മുകളിലേക്ക് UDF ലക്ഷ്യം വയ്ക്കുമ്പോൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് LDF. 14 മണ്ഡലങ്ങളിൽ 8 80% മുകളിലാണ് എറണാകുളത്ത് പോളിംഗ് ശതമാനം. 2021 ജില്ലയിൽ 80% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒരുപോലെ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചത് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണികൾ. 2021 LDF തരംഗം ആഞ്ഞടിച്ചപ്പോഴും UDFനെ കൈവിടാത്ത ജില്ലയായിരുന്നു എറണാകുളം. 14-ൽ 9 സീറ്റുകൾ UDFനൊപ്പം നിന്നു, 5 LDFനും. ഇപ്രാവശ്യം ചുരുങ്ങിയത് 12 സീറ്റെങ്കിലും പിടിക്കാനാകും എന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. എന്നാൽ 5-ൽ താഴെയില്ലെന്ന് ഉറപ്പിച്ചു പറയുന്നു LDF. ഒപ്പം ശക്തി കാണിക്കാൻ NDAയും 2020യെയും ഒപ്പം കൂട്ടി BJP മുന്നണി വിപുലീകരിച്ചതോടെ ലക്ഷ്യം വെക്കുന്നത് മധ്യ കേരളത്തിലെ വോട്ടുകളാണ്. ക്രിസ്ത്യൻ ബെൽറ്റുകളായ പെരുമ്പാവൂരിലും കോതമംഗലത്തും എത്രത്തോളം സ്വാധീനമുണ്ടാക്കാൻ കഴിയും എന്നുള്ളതും പ്രധാന ചോദ്യം. പക്ഷേ 2020 NDA പാളയത്തിലേക്ക് എത്തിയത് വോട്ടർമാർ അംഗീകരിക്കുമോ എന്നതിലാണ് ഏറെ ആകാംക്ഷ. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.